ആരംഭിക്കില്ല. എന്താടാ പണിയായിട്ടിറങ്ങിയാടാ? ആണേലേ വിട്ടോ, അല്ലേ തലയിൽ ആണി കയറും. ശരിക്കും ബ്രൂട്ടൽ സീൻ അത് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ಜೀವನದಲ್ಲಿ ಮುಂದೆ ಚಿತ್ರ ಹಿಂಸೆ ಕೊಟ್ಟೆ ಸಾಯಿಸೋದು. കുഞ്ഞിനെ എടുക്കുന്നതിൻ്റെയൊക്കെ ക്ലിയർ ഡീറ്റെയിലിംഗ് ഉണ്ട്. ബേബി പുറത്ത് വരുന്നുണ്ട്, പുറത്ത് വരുന്നത് ലൈവ് ഉണ്ട്. മെയിൻ വില്ലൻ ഇത്ര ഒരു ഹെഡ് മാത്രം കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു ഇതിൽ കൊന്നു, പക്ഷെ അതല്ല, അതിന് ശേഷം ഉണ്ട്. അത് ശരിക്കും കട്ടാവുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്ന് റിപ്പ് കട്ടായിട്ട് പുറത്ത് വരുന്നതും ഈ ഹാർട്ട് കയ്യിലെടുത്തിട്ട് ആ ബ്രീത്തിങ് ഒക്കെ ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രീത്തിങ് കാണിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞും കൂടി ഭയങ്കര ഒരു വയലൻസിലേക്ക് പോകും. അത് കാരണം അത് സെൻസറിങ്ങിൽ കട്ടായി. പക്ഷേ OTT വരുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം. ഞാൻ ഞെട്ടി, പക്ഷേ വാസുവേട്ടൻ ഞെട്ടിയില്ല. ഞാനും ആസിഫ് അലിക്ക കൂടെയാണ് ദുബായിൽ സിനിമ കാണാൻ പോയത്. പേഴ്സണൽ റിയാക്ഷൻസ് ഉണ്ട്. അത് ഞാനും ഇക്കയും കൂടെ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ, കാരണം ഇവിടെ കാണിക്കുന്ന കാലം കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടാണ് അവിടെ വരുന്നത്. അവിടുത്തെ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പം ആസിഫിക്ക നമ്മളിവിടെ ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ആസിഫിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും ബ്ലഡ് ഷെട്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാമിലി ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ ഷൂട്ടിംഗ് പോവും, ആളുടെ സ്റ്റാഫായ കുറച്ച് മെമ്പേഴ്സ് എല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി. എന്നാലും കുറച്ച് നേരം ഇരുന്നു. പടം കഴിഞ്ഞപ്പം 1-2 പ്രാവശ്യം പുറത്ത് പോകേണ്ടി വന്നു. കുഞ്ഞിനെ എടുക്കുന്നതിൻ്റെയൊക്കെ ക്ലിയർ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ കുറച്ച് ഫോക്കസ് ഔട്ടും കാര്യങ്ങളൊക്കെ, പക്ഷെ അത് വിഷ്വലി കാണിക്കാൻ പറ്റില്ല, കുറച്ച് വേദനാഹീതമായ കാര്യമാണ്. അത് കാണുമ്പോൾ കുറച്ച് പേർക്ക് അത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഫീൽ ചെയ്യുന്നതാണ്. അത് കാരണം സെൻസർ ബോർഡിനെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും.